കേരളത്തിലെ ABC കേന്ദ്രങ്ങൾ വിലയിരുത്താൻ ഫലപ്രദമായ സംവിധാനമില്ല എന്ന് അമിക്കസ് ക്യൂറി. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിലാണ് സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം. ABC കേന്ദ്രങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നില്ല. സ്ഥാപനങ്ങളുടെ പരിധിയിൽ എത്ര തെരുവുനായകളുണ്ട് എന്ന കണക്ക് തയ്യാറാക്കിയിട്ടില്ല എന്ന് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, കണക്കില്ല, ശരിയാണ്, ഇത്രയധികം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാതൃഭൂമി ന്യൂസ് തന്നെ പലതവണ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളതാണ്. ABC കേന്ദ്രങ്ങൾ തുറന്നവയിൽ എത്ര പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അതിൽ പലതും പിന്നീട് സർക്കാർ ഇടപെട്ട് പ്രവർത്തനക്ഷമമാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പര്യാപ്തമല്ല എന്നത് വ്യക്തവുമാണ്. സുപ്രീം കോടതിക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മാധു, ഈ തെരുവുനായ കേസ് പരിഗണിക്കുന്ന ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ചിന് മുമ്പാകെയാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് സംസ്ഥാന സർക്കാർ ഈ കേരളത്തിലെ തെരുവുനായ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. ആ സത്യവാങ്മൂലം പരിശോധിച്ചതിന് ശേഷമാണ് അമിക്കസ് ക്യൂറി വളരെ ഗൗരവമേറിയ പരാമർശങ്ങൾ അടങ്ങുന്ന ഈ റിപ്പോർട്ട് ഇപ്പോൾ സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ഫലപ്രദമായ സംവിധാനങ്ങൾ ഇല്ല എന്നതാണ്. അതായത് വന്ധ്യംകരണത്തിനുൾപ്പെടെ ABC കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ എങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ഫലപ്രദമായ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ഇല്ല എന്നതാണ് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ABC കേന്ദ്രങ്ങൾ പൂർണ്ണമായ തോതിൽ അവ ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനങ്ങളും കേരളത്തിൽ ഇല്ല എന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിച്ച അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിശദമായ ചർച്ചകൾ ആവശ്യമാണ് എന്നാണ് അമിക്കസ് ക്യൂറി സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി സംസ്ഥാനത്തെ സംബന്ധിച്ച് അമിക്കസ് ക്യൂറി കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സ്ഥാപനങ്ങളുടെ പരിധിയിൽ, അതായത് സ്കൂളുകൾ, കോളേജുകൾ, കോടതികൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പരിധിയിൽ എത്രത്തോളം ഈ തെരുവുനായകൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ കേരളത്തിന്റെ പക്കൽ അത്തരമൊരു ഈ റിപ്പോർട്ട്, അതായത് ഒരു സ്ഥാപനത്തിന്റെ പരിധിയിൽ എത്ര തെരുവുനായകൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് ഇല്ല എന്നാണ് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് സർക്കാർ എടുത്ത നടപടികളെ കുറിച്ച് കൂടി വിശദീകരിക്കുന്നുണ്ടോ ഈ റിപ്പോർട്ടിൽ? സംസ്ഥാന സർക്കാർ എടുത്ത നടപടികൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി നേരത്തെ ഈ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറി ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം, അതായത് ചീഫ് സെക്രട്ടറി ജിയത്തിലേക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഇപ്പോൾ ഈ സമഗ്രമായ ഒരു റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാക്കി കൈമാറുകയും ചെയ്തിരിക്കുന്നത്. നാളെ ഈ വിഷയം സുപ്രീം കോടതി പരിഗണിക്കും. അതായത് ഇന്ന് ഈ കേസിന്റെ വാദം കേൾക്കൽ ആരംഭിച്ചിരുന്നു. അവിടെ ഈ മൃഗസ്നേഹികളുടെയും അതുപോലെ തന്നെ ഈ തെരുവുനായകൾക്കെതിരെ വാദിക്കുന്നവരുടെയും വാദമാണ് കേട്ടിരുന്നത്. ഓരോ സംസ്ഥാനങ്ങളും സ്വീകരിച്ചിരുന്ന നടപടികൾ സംബന്ധിച്ച വിശദമായ പരിശോധന ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. നാളെ ഈ ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ ഇക്കാര്യത്തിൽ, അതായത് ഓരോ സംസ്ഥാനങ്ങളും സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ നൽകിയ റിപ്പോർട്ട് നാളെ കോടതി പരിഗണിക്കുന്നതായിരിക്കും. തുടർന്ന് കോടതി ഇതിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിനെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. ഒന്ന്, ABC കേന്ദ്രങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല. 2, ABC കേന്ദ്രങ്ങൾ ഉള്ള ABC കേന്ദ്രങ്ങൾ തന്നെ അതിനെ പൂർണ്ണമായ തോതിൽ ഉപയോഗിക്കാൻ വേണ്ടി സംസ്ഥാനത്തിന് സാധിക്കുന്നില്ല. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോടതികൾ, സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പരിധിയിൽ എത്രത്തോളം തെരുവുനായികൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്ക് കേരളത്തിന്റെ പക്കലില്ല. ഇങ്ങനെ 3 വിമർശനങ്ങളാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ കേരളത്തിൽ ഈ പശുക്കൾ, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളെയും പട്ടികളെയും മറ്റും സംബന്ധിച്ചുള്ള ചില നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല, പൂർണ്ണതോതിൽ കഴിഞ്ഞിട്ടില്ല എന്നൊരു പരാമർശവുമുണ്ട്. പക്ഷേ അത് ഈ അമിക്കസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട
അവിടെ പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഒരു സ്ട്രെസ് ചെയ്തുകൊണ്ടുള്ള ഒരു വാദം നാളെ കോടതിയിൽ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ല. മറിച്ച് ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും നാളെ ആമിക്കസ് കോടതിയിൽ ഈ കേരളത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. തുടർന്ന് കോടതി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സംസ്ഥാനം വിശദീകരിക്കുന്നത് ഏറെ പരിമിതികളുണ്ട് എന്നുള്ളതാണ്. 10-15,000-ഓളം നായ്ക്കളുടെ വന്ധ്യംകരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നുണ്ട്. കുത്തിവയ്പ്പ് എടുക്കുന്നത് ഏതാണ്ട് 1,00,000-ഓളം നായ്ക്കളെയാണ് ഒരു വർഷം ആ നിലയ്ക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഷെൽട്ടർ ഹോം തുടങ്ങുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ എത്രത്തോളം പരിമിതികളുണ്ട് എന്ന് സംസ്ഥാനം വിശദീകരിക്കുന്നുണ്ട്. ഈ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും നോട്ടീസ് കിട്ടുമ്പോഴും ഒക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് പക്ഷേ കോടതിയുടെ മുന്നിൽ ഫലപ്രദമാകുമോ? ഇപ്പോൾ ഈ ആനിമൽ ബർത്ത് കൺട്രോളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ സത്യവാങ്മൂലം നൽകണമെന്ന് പറഞ്ഞപ്പോൾ 2 സംസ്ഥാനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകിയത്. മറ്റ് ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകണമെന്ന് സുപ്രീം കോടതി പറയുകയായിരുന്നു. ഇതിലൊരു വലിയ പരിമിതി ഉണ്ടല്ലോ, അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? സംസ്ഥാനം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരുവ് നായ്ക്കളുടെ പുനരധിവാസത്തിന് അവിടെ ഒരു ഡോഗ് ഷെൽട്ടറുകൾ, അതായത് ഡോഗ് പൗണ്ടുകൾ എന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്, അതിനുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് വലിയ ബുദ്ധിമുട്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നു. നിലവിൽ 2 ഡോഗ് പൗണ്ടുകളാണ് കേരളത്തിലുള്ളത്. ഇതിനു പുറമെ ഈ ABC കേന്ദ്രങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനം പറഞ്ഞിരിക്കുന്നത് പലയിടത്തും അതിൻ്റെ പ്രവർത്തനത്തിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരിയിൽ, കണ്ണൂരിലെ തലശ്ശേരിയിൽ ഒരു ഡോഗ് ABC കേന്ദ്രം ആരംഭിച്ചു. 70-ലധികം തെരുവ് നായകൾക്ക് വന്ധ്യംകരണം നടത്തി. പക്ഷേ പിന്നീട് ഈ പ്രദേശത്തുള്ളവരുടെ ശക്തമായ പ്രതിഷേധമുണ്ടായി. അതേ തുടർന്ന് അത് അടയ്ക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് പിന്നീട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ കേരളം പറയുമ്പോഴാണ് ഉള്ള ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി വിലയിരുത്തുവാൻ വേണ്ടി സംസ്ഥാനത്തിന് പൂർണ്ണമായും സാധിക്കുന്നില്ല എന്നൊരു വിമർശനം ഇപ്പോൾ ആമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉണ്ടായിരിക്കുകയാണ്. ABC കേന്ദ്രങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നില്ല, സ്ഥാപനങ്ങളുടെ പരിധിയിൽ എത്ര തെരുവുനായകൾ ഉണ്ട് എന്ന കണക്ക് തയ്യാറാക്കിയിട്ടില്ല എന്നും അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു.